ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പാക്കറ്റ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് ഫാറ്റ് ലിവർ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2 അങ്ങനെ പറഞ്ഞിട്ടുള്ള പല രൂപത്തിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളൊരു 25 വയസ്സായ ഒരാളെ നോക്കിയാൽ തന്നെ മേ ബി ഗ്രേഡ് 1 ഉണ്ടാവും. ഗ്രേഡ് 1 ഫാറ്റ് ലിവർ ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ നല്ല വ്യായാമം ഉണ്ടായിരിക്കുക, ശരീരത്തിന് നല്ല വ്യായാമം ഉണ്ടായിരിക്കുക, ലിവറിന് അധികം ലോഡ് വരുന്ന ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഹൈ പ്രോട്ടീൻസ് മാത്രം കഴിക്കുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പ്രോട്ടീൻസ് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ നമ്മൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല സാലഡ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സാലഡ്സ് നമ്മൾ കഴിക്കുക, പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കാരണം. സാധാരണ രീതിയിൽ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡിലൊന്നും അത്ര സിംറ്റംസ് കാണാറില്ല. മേ ബി സെക്കൻഡ് ഓൺവേർഡ്സ് ആണ് സിംറ്റംസ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ചില പേഷ്യൻസിൽ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരിക ഈ ബ്ലാക്കിഷ് കളേഴ്സാണ്. സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻസ്, പിഗ്മെൻറ്റേഷൻസ് ഒക്കെയാണ് വരിക. അണ്ടർ ഐ ബ്ലാക്കിഷ് കളർ ആവുക, അതുപോലെ തന്നെ നെയ്പ്പ് ഓഫ് നെക്ക്, പിന്നെ നമ്മളെ ആക്സിലർ റീജിയൻ, കക്ഷത്തിൽ ഒക്കെ സ്കിൻ കളേഴ്സ് ഒരു ഡാർക്ക് കളേഴ്സിലേക്ക് മാറുക. പിന്നെ ചില ആളുകൾക്ക് വോമിറ്റിംഗ് സെൻസേഷൻസ് കൂടുതലായിട്ട് വരാറുണ്ട്. വോമിറ്റിംഗ്, ഇൻഡൈജഷൻ ഫീൽ ചെയ്യുക. ചില ആളുകൾക്ക് ലൂസ് മോഷൻസ് ആയിട്ട് വരാറുണ്ട്. ചില ആളുകൾക്ക് പിന്നെ IBS പോലത്തെ അവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് കണ്ടുവരാറുള്ളത്.